ഫണ്ടഡ് ഹൈവിൻ്റെ അക്കൗണ്ടാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യണതെന്നുണ്ടെങ്കിൽ നമ്മുടെ ലിങ്ക് യൂസ് ചെയ്തിട്ടാണ് എടുക്കണതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിലൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഇതിൽ ലോഗിൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ ലോഗിൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഡീറ്റെയിൽസ് ആയിട്ട് ചോദിക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുന്നുണ്ടായിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സൈനപ്പ് കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ സൈനപ്പ് കൊടുക്കുക കേട്ടോ. സൈനപ്പ് കൊടുത്തിട്ട് മെയിൽ ഐ ഡിയും യൂസർ നെയിമും അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡും കൊടുത്തിട്ട് ഐ ആക്സെപ്റ്റ് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈൻ ഇൻ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. നമുക്ക് ജസ്റ്റ് സൈൻ ഇൻ ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ലോഗിൻ ചെയ്യാം കേട്ടോ. സോ എനിക്കിവിടെ ഓൾറെഡി ഒരു 100K അക്കൗണ്ട് ഉള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെ നമുക്ക് ട്രാൻസാക്ഷൻ ഹിസ്റ്ററി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ കാണാനായിട്ട് പറ്റും. സോ നമുക്ക് ബൈ ചാലഞ്ചിൽ പോവാം. ബൈ ചാലഞ്ചിൽ അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1 സ്റ്റെപ്പ് അതുപോലെ തന്നെ 2 സ്റ്റെപ്പ് ഇതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ചൂസ് മോഡൽ എന്നുള്ളിടത്ത് നമ്മൾ പേ ഫ്രം പ്രോഫിറ്റ് അല്ലെങ്കിൽ 2 സ്റ്റെപ്പ് ക്ലാസിക് അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് ഗ്രോത്ത് 3 അക്കൗണ്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യണത്. ഇതാകുമ്പോൾ ഫസ്റ്റത്തെ ആകുമ്പോൾ നമ്മൾ പ്രോഫിറ്റ് കിട്ടിയതിന് ശേഷം മാത്രം നമുക്ക് പേയ്മെൻറ്റ് ചെയ്താൽ മതി. ആദ്യം ഒരു ആക്ടിവേഷൻ ചാർജസ് ഉണ്ടായിരിക്കും. അതാണ് നിങ്ങൾ ഈ ഒരു ആക്സസ് ഫീസ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ 1 സ്റ്റെപ്പാണ് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. 5K അക്കൗണ്ടാണ് സെലക്ട് ആയിരിക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് 10K ആക്കാം, 25K ആക്കാം, അത് ഇഷ്ടമുള്ളത് നമുക്ക് ആക്കാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവിടെ പ്രൈസ് മാറുന്നുണ്ടായിരിക്കും കേട്ടോ. നമ്മളിവിടെ പേ ഫ്രം പ്രോഫിറ്റ് ആണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് അതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 സ്റ്റെപ്പാണോ ഏത് അക്കൗണ്ടാണ് എടുക്കണതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ആക്സസ് ഫീസ് പേ ചെയ്തിട്ട് നമുക്ക് ചാലഞ്ച് അക്കൗണ്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ അപ് ടു 200K അക്കൗണ്ട് വരെ നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. സോ അവർ കൊടുക്കുന്നുണ്ട്. സോ ഇതിൽ ചാലഞ്ചസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ എന്താ പറയുക ടാർഗറ്റും കാര്യങ്ങളും അതേപോലെ തന്നെ റൂൾസും കാര്യങ്ങളൊക്കെ ഇതിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് വെച്ചേക്കണത് 10K അക്കൗണ്ട് നോക്കാം. അപ്പോൾ $19 ആയിരിക്കും അത് നമ്മൾ ആക്ടിവേഷൻ ഫീസായിട്ട് കൊടുക്കേണ്ടി വരിക. അത് കൊടുത്തതിന് ശേഷം ചാലഞ്ച് ഫേസ് എന്ന് പറയുമ്പോൾ അതിൽ പ്രോഫിറ്റ് ടാർഗറ്റ് ഫസ്റ്റത്തേൽ 8%, ഫേസ് 2ൽ 6% ആയിരിക്കും. ഫണ്ടഡ് അക്കൗണ്ടിൽ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പിന്നെ മാക്സിമം ഡെയിലി ലോസ് ലിമിറ്റ് എന്ന് പറയുന്നത് 5% ആണ്. ഓവറോൾ ലോസ് ലിമിറ്റ് എന്ന് പറയുന്നത് 10% ആണ്. പിന്നെ മാക്സിമം ലോസ് പെർ ട്രേഡ് എന്ന് പറയുന്നത് 3% ആണ്. ഒരു ട്രേഡിൽ നമുക്ക് 3%ൻ്റെ മുകളിൽ ലോസ് ആവാൻ പാടില്ല. ഓക്കെ. പ്രോഫിറ്റ് സ്പ്ലിറ്റ് എന്ന് പറയുന്നത് 80% ആണ്. പിന്നെ ഹൈ കോയിൻ റീഫണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്യണത് മെറ്റാമാസ്ക് എന്ന് പറയുന്ന ഒരു വാലറ്റ് യൂസ് ചെയ്തിട്ടാണ് പർച്ചേസ് ചെയ്യണതെന്നുണ്ടെങ്കിൽ നമുക്ക് 200% റീഫണ്ട് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അതിലോട്ടൊക്കെ നമുക്ക് വരാം. അതെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. സോ ന്യൂസ് ട്രേഡിംഗ് അലൗഡ് ആണ് ഇതിൽ. പിന്നെ ഫോറക്സിൻ്റെ ലിവറേജ് ഡൈനാമിക് ആണ്. ഡൈനാമിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഫിക്സഡ് ആയിരിക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ 1:50 അല്ലേ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ലോട്ട് സൈസിനനുസരിച്ചിട്ട് ലിവറേജ് ചേഞ്ചസ് ഉണ്ടായിരിക്കും. അപ് ടു ഒരു 200 വരെ നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് ലോ റിസ്കിനും അതുപോലെ തന്നെ മീഡിയം റിസ്കിനൊക്കെ അനുസരിച്ചിട്ടാണ്. അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ഇവിടെ കൺസിസ്റ്റൻസി റൂൾ ഇല്ല. വീക്കെൻഡ് ഹോൾഡിംഗ് അലൗഡ് ആണ്. പിന്നെ മിനിമം 3 പ്രോഫിറ്റബിൾ ഡേയ്സ് എങ്കിലും നമുക്ക് ഫസ്റ്റത്തെ ഫേസിൽ വേണം. സെക്കൻഡ് ഫേസിൽ നമുക്ക് 3 പ്രോഫിറ്റബിൾ ഡേയ്സ് തന്നെ നമുക്ക് വേണം. ഫണ്ടഡ് അക്കൗണ്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫസ്റ്റത്തെ ദിവസം നമുക്ക് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് വിഡ്രോ ചെയ്യാം. സോ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും ഫണ്ടഡ് ഫീസ് എങ്ങനെ വരണതെന്ന്. ലോ റിസ്ക് ആണ് നമ്മൾ എടുക്കണതെന്നുണ്ടെങ്കിൽ 1% നമ്മുടെ അക്കൗണ്ടിൻ്റെ 1% ആയിരിക്കും നമുക്ക് ഫീ ആയിട്ട് കൊടുക്കേണ്ടി വരിക. മോഡറേറ്റ് റിസ്ക് ആകുമ്പോൾ 2% ആയിരിക്കും. മീഡിയം റിസ്ക് ആകുമ്പോൾ 2.5% ആയിരിക്കും. ഹൈ റിസ്ക് ആകുമ്പോൾ 3% നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു അക്കൗണ്ടിൻ്റെ 3% ആയിരിക്കും നമ്മൾ ആ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ടി വരിക. ഓക്കെ. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഫണ്ടഡ് ഹൈവ് പോലുള്ള ഈ ഫണ്ടഡ് അക്കൗണ്ടൊക്കെ ഉണ്ടാവില്ലേ, അതിൽ റിസ്ക് കാറ്റഗറി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളിതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ടല്ലോ ലോ റിസ്ക് അതുപോലെ തന്നെ മീഡിയം റിസ്ക് ഹൈ റിസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വർക്ക് ആവണത് എന്നുള്ളതാണ് നമ്മളിതിൽ കൊടുത്തേക്കുന്നത്. സോ ഇതിൽ ചാലഞ്ച് റൂൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ 10%, 5% അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് ഫസ്റ്റ് ആ ഒരു അക്കൗണ്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഡാഷ്ബോർഡിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ പറയാൻ വരുന്നത് ഈ ഒരു റിസ്ക് കാറ്റഗറീസിലാണ്. നമ്മൾ
ലിവറേജിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ലോ റിസ്ക് ഉള്ള ഒരു അക്കൗണ്ടാണ് കീപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ 1:200 വരെ ലിവറേജ് കിട്ടുന്നുണ്ട്. അത് ലോ റിസ്ക് എന്ന് പറയുമ്പോൾ 1% ഓഫ് ക്യാപിറ്റലാണ് നമ്മൾ ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ പ്രൈസ് നമ്മൾ കൊടുക്കേണ്ടി വരിക. അപ്പോൾ നമ്മൾ ലോ റിസ്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ ഹൈ റിസ്കിലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡറേറ്റ് റിസ്കിലോട്ട് നമ്മുടെ അക്കൗണ്ട് ചേഞ്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 2% ഓഫ് ക്യാപിറ്റൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും, നമ്മൾ പേ ചെയ്യേണ്ടി വരും. ഇനിയിപ്പോൾ മീഡിയം റിസ്കിലോട്ട് നമ്മുടെ അക്കൗണ്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ലിവറേജ് മാറുന്നുണ്ട്, 1:30 ആയിരിക്കും. പിന്നെ മീഡിയം റിസ്കിലോട്ട് മാറുമ്പോൾ 2.5% ഓഫ് ദ ക്യാപിറ്റൽ നമ്മൾ കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ അത്രയും ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ പ്രൈസിനും ചേഞ്ചസ് വരുന്നുണ്ട്, ലിവറേജസിനും ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ റിസ്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകാമെന്ന് മാത്രം. ഓക്കെ, ലോ റിസ്ക് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകുക എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. സോ നമ്മളൊരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു 10K അക്കൗണ്ടാണ് എടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഫസ്റ്റത്തെ ഈ ലോ റിസ്കിൽ എന്താണ് പറയുന്നത്, നമ്മൾ ഒരു ട്രേഡിൽ മാക്സിമം ലോസ് എന്ന് പറയുന്നത് 100 ആയിരിക്കണം, എന്ന് വെച്ചാൽ 1% ആയിരിക്കണം. പിന്നെ ഡെയിലി ലോസ് ലിമിറ്റ് എന്ന് പറയുന്നത് $200 മേലാവാൻ പാടില്ല. ഇത് നമ്മൾ കീപ്പ് ചെയ്തിട്ട് പോയാൽ മതി. ഈ ഒരു ഡെയിലി ലോസ് എന്ന് പറയുന്നത് ഒരു ട്രേഡിൽ മാക്സിമം ലോസ് എന്ന് പറയുന്നത് $100, അതിൻ്റെ അപ്പുറത്തേക്ക് മുകളിലാവാൻ പാടില്ല. ഇപ്പോൾ നമ്മളൊരു $70 അല്ലെങ്കിൽ ഒരു $50 ഒക്കെ ലോസ് ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ ട്രേഡ് എടുത്താൽ മതി. ഓക്കെ, രണ്ടാമത്തത് മാക്സിമം ലോസ് എന്ന് പറയുമ്പോൾ ഡെയിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം നമുക്ക് 200ന് മുകളിൽ നമ്മൾ ലോസ് ആക്കാതിരിക്കുക. പിന്നെ മൂന്നാമത്തത് ഓവറോൾ മാക്സിമം ഡ്രോ ഡൗൺ എന്ന് പറയുന്നത് $500 ആണ്. ഓക്കെ, അപ്പോൾ $500 എന്ന് പറയുമ്പോൾ 5% ആണ് ഉദ്ദേശിക്കുന്നത്. 10,000ൻ്റെ അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ 5% ആണ് വരിക. പിന്നെ അവിടെ ലിവറേജ് ഉണ്ടായിരിക്കും, 1:200 വരെ കിട്ടുന്നതായിരിക്കും. പക്ഷേ നമ്മൾ ലോട്ട് സൈസൊക്കെ അതിനനുസരിച്ചിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ 1% ആണ് നമ്മൾ പ്രൈസ് കൊടുക്കേണ്ടത്. നമ്മളിപ്പോൾ ആ ഒരു ആക്ടിവേഷൻ ഫീസ് കൊടുത്തതിന് ശേഷം നമ്മൾ അക്കൗണ്ട് പാസ്സായിട്ട് നമ്മൾ പേ ഫ്രം പ്രോഫിറ്റ് കൊടുക്കണമല്ലോ. അപ്പോൾ അത് 1% ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ലോസ് കീപ്പ് ചെയ്തിട്ട് 1%-ന് താഴെ എപ്പോഴും കീപ്പ് ചെയ്തിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, ഇനി ഇവിടെ സ്റ്റോപ്പ് ലോസ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിങ്ങിന് നിർബന്ധമായിട്ടും എല്ലാ ട്രേഡിലും വെച്ചോളണം എന്നുള്ളത് മസ്റ്റായിട്ടും ഉള്ള റൂളാണ്. അത് എന്തായാലും ചെയ്യണം കേട്ടോ. സോ ഇനി ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സ്റ്റോപ്പ് ലോസ് വെക്കാണ്ട് ട്രേഡ് എടുത്തു, അല്ലെങ്കിൽ 1%-ൽ നിന്നും 2%-ലോട്ട് റിസ്ക് മാറി, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ലോ റിസ്കിൽ നിന്നും മീഡിയം അല്ലെങ്കിൽ മോഡറേറ്റ് റിസ്കിലോട്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ട് ചേഞ്ച് ആവും. അങ്ങനെ ചേഞ്ച് ആവുമ്പോൾ നമുക്ക് കിട്ടുന്ന ലിവറേജ് കുറയും. അതേപോലെ തന്നെ നമ്മുടെ മാക്സിമം ലോസ് പെർ ട്രേഡൊക്കെ നമുക്ക് 1.5% ഒക്കെ ആവും. അതുപോലെ തന്നെ 3% മാക്സിമം ഡെയിലി ലോസ് ഒക്കെ ആവും. പക്ഷേ ഇവിടെ നമ്മൾ പ്രോഫിറ്റിൽ നിന്ന് കൊടുക്കേണ്ട പേഴ്സൻറ്റേജ് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ഫസ്റ്റത്തെ എന്ന് പറയുമ്പോൾ 1% നമ്മൾ കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ നമ്മൾ മോഡറേറ്റ് റിസ്ക് ആകുമ്പോൾ ഇവിടെ 2% നമ്മുടെ ഫണ്ടഡ് അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ മോഡറേറ്റ് റിസ്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, പിന്നെ വരുന്നത് മീഡിയം റിസ്ക്കും അതേപോലെ തന്നെ ഹൈ റിസ്ക് ആണ്. മീഡിയം റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 2.5% ആണ് ഫണ്ടഡ് അക്കൗണ്ടിൽ കൊടുക്കേണ്ടത്. എന്ന് വെച്ചാൽ 2.5% എന്ന് പറയുമ്പോൾ നമ്മളൊരു $10,000 അക്കൗണ്ടാണ് നമ്മൾ എടുത്തേക്കണതെന്നുണ്ടെങ്കിൽ അതിൻ്റെ $250 ആണ് നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ പേ ചെയ്യേണ്ടി വരിക, ആക്സസ് ഫീസ് കൂടാണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ ലിവറേജസിനും അവിടെ ചേഞ്ചസ് വരുന്നുണ്ട്. ഹൈ റിസ്കിലും അതേപോലെ തന്നെ ലിവറേജസിലും ചേഞ്ച് വരുന്നുണ്ട്. 3% ഫണ്ടഡ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ ഇവിടെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം റിസ്ക് ആണ് നമ്മൾ എടുക്കണതെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇനി എന്താ പറയുക, ഹൈ റിസ്ക് ആണെന്നുണ്ടെങ്കിലും ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ലോ റിസ്കിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോണ അക്കൗണ്ടാണ് അല്ലെങ്കിൽ മോഡറേറ്റ് റിസ്കിലാണ് മാനേജ് ചെയ്തിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും അവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചോളണം. ഇനിയിപ്പോൾ എന്തെങ്കിലും തരത്തിൽ നമ്മുടെ ഈ അക്കൗണ്ടൊക്കെ മാറിയെന്ന് വിചാരിക്കും, നമ്മൾ ആ ഒരു പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട പൈസ കുറച്ച് അധികമായി പോകുമെന്ന് മാത്രമുള്ള ഒരു ഫണ്ടഡ് അക്കൗണ്ട്, അല്ലാണ്ട് അത് ബ്രീച്ചായി പോകുമൊന്നുമില്ല. അക്കൗണ്ട് ബ്രീച്ച് ആവണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ലോസ്, ഈ പറയുന്ന ചാലഞ്ച് റൂൾസിൽ നിന്ന് ഏതെങ്കിലും നമ്മൾ എന്താ പറയുക ഇതാക്കണം, ബ്രീച്ച് ആക്കണം, എങ്കിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 5% ഡെയിലി ഡ്രോ ഡൗൺ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ലോസായി പോകും. 10% മാക്സിമം ലോസ് ആയി കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ തന്നെ അക്കൗണ്ട് പോകും. 3% പെർ ട്രേഡിൽ പോയി കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് ബ്രീച്ചായി പോകും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാത്രം നമ്മൾ ട്രേഡ് എടുക്കാം. ഇതിന് മെയിനായിട്ട് നമ്മൾ ഇത്രയും തലപുകഞ്ഞ് ആലോചിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ 10K അക്കൗണ്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ട്രേഡിൽ $100 മേലെ പോവാതിരിക്കുക. പിന്നെ
ലോസ് പോവാതിരിക്കുക. പിന്നെ ഡെയിലി മാക്സിമം ലോസ് നമ്മൾ 200ൻ്റെ മുകളിൽ പോകാൻ പാടില്ല, 200 ആവാൻ പാടില്ല. നമ്മളൊരു $100 ലോസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ട്രേഡ്സ് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ മൂന്നാമത്തേത് മാക്സിമം ലോസ് ലിമിറ്റ് എന്ന് പറയുന്നത് $500 ആണ്. അപ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു $250 ജസ്റ്റ് വെക്കുക. $250 മേലെ നമ്മൾ ലോസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മെല്ലെ മെല്ലെ അത് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലാണ്ട് നമ്മൾ $500 എത്തുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമ്മളത് എടുക്കുന്ന അക്കൗണ്ടിനനുസരിച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ മാറും കേട്ടോ. ഇപ്പോൾ നമ്മൾ 10K ഫണ്ടഡ് അക്കൗണ്ടിൻ്റെ കാര്യമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്, 1%, 2%, അതുപോലെ തന്നെ 5%. അപ്പോൾ അത് നമ്മുടെ അക്കൗണ്ടിനനുസരിച്ച് മാറ്റും. ഇത് കംപ്ലീറ്റ് ഗൈഡൻസും നമ്മൾ ആ അക്കൗണ്ട് എടുക്കുന്നത് നമ്മുടെ കയ്യിൽ ഫുള്ള് ഡീറ്റെയിൽസ് ഉണ്ടാവും. നിങ്ങൾ ഏത് അക്കൗണ്ടാണ് എടുത്തിട്ടുള്ളത്, എത്ര പെർസെൻറ്റേജ് ആണ് നിങ്ങൾക്ക് റിസ്ക് ഉള്ളത്, എത്ര ട്രേഡ്സ് ആണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്, എത്രയാണ് നിങ്ങളുടെ പ്രോഫിറ്റ്, എത്രയാണ് നിങ്ങളുടെ ലോസ് എന്നുള്ളത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഗൈഡൻസ് അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളിത് എടുക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ആകെ കൂടിയിട്ട് ഈ ഒരു അക്കൗണ്ട് എടുക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ.